ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ് കേട്ടോ. എത്ര സന്തോഷത്തിലാണ് എൻ്റെ സൂര്യ സാറ് ഇപ്പോൾ എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ സന്തോഷിച്ചത്. ആ സമയം സൂര്യ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ല ഈശ്വരാ, അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പത്മയും അതുപോലെ തന്നെ വേദയും ഇന്ദ്രജയൊക്കെ കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് വേദ അങ്ങ് ചൂടോടുകൂടി ചൂടായിട്ടാണ് സംസാരിക്കണം കേട്ടോ. മതി, നിർത്തിയേക്ക് നിൻ്റെ അഭിനയം, ഞങ്ങളുടെ ഏട്ടനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ കിടന്ന് ചിലക്കുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ടോടും തന്നെ ഇവിടെ നന്ദിനി പറയാണ്, ഞാനിങ്ങനെ ഈ അവസ്ഥയിലാക്കിയത് സൂര്യ സാറ് ഇങ്ങനെ ഒരു അപകടം പറ്റിയതല്ലേ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണ, വേദ ആവശ്യമില്ലാത്ത സംസാരിക്കരുതെന്ന് പറയാം കേട്ടോ. അത് കേട്ടോടും തന്നെ ഇന്ദ്രജ അങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ പറയാണ്, ആവശ്യമില്ലാത്ത സംസാരം എങ്ങനെ ഇതാവും, ഇവള് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയാം കേട്ടോ എന്ന് പത്മ പറയാണ്. ആ സമയം ഞാനിങ്ങനെ ചെയ്യാനാണ്, ഞാനൊരിക്കലും സൂര്യ സാറിനെ ഞാൻ ഒരു അപകടം വരരുതെന്ന പ്രാർത്ഥന. മതി നിൻ്റെ അഭിനയം, കുറേ നാളായി ഞങ്ങൾ നിൻ്റെ അഭിനയം കേൾക്കുന്നു, ഇനി ഈ അഭിനയം കേൾക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല, കണ്ടു നിൽക്കാനും കഴിയില്ല, അതുകൊണ്ട് നിർത്തിയേക്ക് നിൻ്റെ പുലമ്പലെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം നന്ദിനിക്ക് ഇങ്ങനെ ദേഷ്യം വന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നന്ദിനി പറയണേ, ഞാനൊരിക്കലും സൂര്യ സാറിനെ ഇല്ലാതാക്കാൻ നോക്കില്ല, നീയല്ല നോക്കിയത്, നിൻ്റെ കുടുംബമാണ് നോക്കിയത് എന്ന് അപ്പോഴേക്കും ഇന്ദ്രജ പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം പത്മ പറയുന്നത്, ശരിയാണ്, നിൻ്റെ കുടുംബമാണ് നോക്കിയത്, കാരണം നിൻ്റെ അച്ഛനല്ലേ ആ പൂത്തിരിയുമായി അങ്ങോട്ടേക്ക് പോയത്, നിൻ്റെ അച്ഛനല്ലേ എൻ്റെ മോനെ ഇല്ലാതാക്കിയത്, ഇപ്പോൾ മതിയായിടി, എന്തിനാടി നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി, അതിന് മാത്രം എന്ത് തെറ്റാടി നിൻ്റെ വീട്ടുകാരോട് എൻ്റെ മോൻ ചെയ്തത്, അവർ വരുമ്പോൾ അവരെ സൽക്കരിക്കുന്നതിനാണോ നീ ഇങ്ങനെയൊക്കെ ശിക്ഷ കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല, തനിക്കിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണേ, എൻ്റെ വീട്ടുകാർ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇവരുടെ ഈ വഴക്കും ബഹളമൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ അതായത് ഡോക്ടർ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഡോക്ടർ പറയണേ, എന്താണ് ഇവിടെ ഇത്ര സംസാരം, ഞങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കാൻ സമയക്കില്ലേ, അത് ICU മുന്നിലാണ് നിങ്ങളിങ്ങനെ ഓരോന്ന് കിടന്ന് കാട്ടിക്കൂട്ടുന്നത്, ഒന്ന് ബഹളം വെക്കാതിരിക്കുമോ എന്ന് പറയാം കേട്ടോ. അതേസമയം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ, എൻ്റെ മോനാണ്, ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ ഉടൻ തന്നെ ഇവർ ഈ ഡോക്ടറുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കില്ല. എന്നിട്ട് ദേഷ്യത്തോടു കൂടി വീണ്ടും പറയാണ്, അതേ എൻ്റെ മകനെ ഇല്ലാതാക്കിയത് നീയല്ലടി, നിൻ്റെ വീട്ടുകാരല്ലടി, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുതെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന നന്ദി പറയണില്ല, ഞാനൊരിക്കലും പോവില്ല, എനിക്ക് പോകാൻ കഴിയില്ല, കാരണം എൻ്റെ സൂര്യ സാർ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ സൂര്യ സാറിനെ തന്നെയൊക്കെ എനിക്ക് പോകാൻ കഴിയില്ല, എൻ്റെ സൂര്യ സാറ് ഇങ്ങനെ കിടക്കുമ്പോൾ സൂര്യ സാറിനൊന്ന് കണ്ണു തുറന്നൊന്ന് സംസാരിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അത് കേൾക്കുന്ന ഇന്ദ്രജ പറയണേ, ആരടി നിൻ്റെ സൂര്യ സാറ്. അപ്പോഴേക്കും പത്മ പറയണേ, ആരടി നിൻ്റെ സൂര്യ സാറ്, എൻ്റെ മകൻ്റെ അടുത്ത് നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, നീ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന നന്ദി പറയാണ്, ഞാൻ ഒരിക്കലും ആരുടെയും വേലക്കാരിയല്ല, ഞാൻ സൂര്യ സാറിൻ്റെ ഭാര്യയാണ്, അത് നീ വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. ഇതേ സമയം ഇന്ദ്രജ പറയണേ, നീ ഒരു കാര്യം ചിന്തിച്ചോ, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ അച്ഛനല്ലടി എൻ്റെ സൂര്യയെ കൊല്ലാതെ നോക്കിയത്, എന്തിനാടി നിൻ്റെ അച്ഛൻ ഈ ചതി ചെയ്തത്, എൻ്റെ സൂര്യ അവിടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിൻ്റെ അച്ഛനല്ലേ ആ തിരിയുമായി അങ്ങോട്ടേക്ക് പോയത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി ഉടൻ തന്നെ നന്ദിനി പറയണേ, ദേ നിർത്തിക്കോ, വായിൽ തോന്നിയത് വിളിച്ചു പറയരുത്, സ്വന്തം കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കിയ രാക്ഷസിയല്ലടി നീ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഇന്ദ്രജ ആകെ ഷോക്കായി പോവാണ്. വിജയ്ക്കും ഇന്ദ്രജയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തിനെ യതീന്ദ്രൻ ചോദിക്കുകയാണ്, ഇനി എന്താ നന്ദിനി പറഞ്ഞത്. അതേ യതീന്ദ്രൻ സാർ, ഈ സൂര്യ സാറിനെ കൊല്ലാൻ നോക്കിയത് ഇവളാണ്, ഇവൾ ഈ നിൽക്കുന്ന രാക്ഷസിയാണ്, ഇവളാണ് സൂര്യ സാറ് ആ പടക്കം അവിടെ വിരിക്കുന്ന സമയത്ത് തീപ്പെട്ടിക്കൊള്ളി ഒരതിയിട്ടത് എന്ന് പറയാം കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇന്ദ്രജയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇന്ദ്രജ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അതേസമയം പത്മയൊന്നും ഇടുന്നില്ല, വേദയൊന്നും ഇടുന്നില്ല. പിന്നീട് നന്ദിയുടെ റോളാണ് കേട്ടോ. നന്ദിനി പറയാണ്, നീയല്ലടി എൻ്റെ സൂര്യ സാറിനെ ഇല്ലാതാക്കിയത്, എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതിടെ ഈ കുറ്റയിട, ഒരിക്കലും ഞാനത് അനുവദിക്കില്ല, ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് നോക്കിയതാണ്, എൻ്റെ സൂര്യ സാർ സന്തോഷത്തോടു കൂടി ആ പടക്കം ഇരിക്കുമ്പോൾ പക എന്ന് പറയുന്ന ഇത്രത്തോളം രക്തബന്ധത്തിനോട് പക ഉണ്ടാവില്ല, ഒരമ്മയുടെ വയറ്റിൽ പ്രസവിച്ചതല്ലേ ഈ നിൽക്കുന്ന നിങ്ങളും അതുപോലെ തന്നെ സൂര്യ സാറും, അത് ആലോചിക്കണ്ടേ. ഒരു ചേച്ചി സ്വന്തം അനിയനെ തീപ്പെട്ടിക്കൊള്ളി ഒരതിയിട്ട് പടക്കം പൊട്ടിച്ച് ഈ അവസ്ഥയിലാക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയട്ടോ. അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇന്ദ്രജ നന്ദിനിയെ അടിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. നന്ദിനിയെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുന്നതിനോടുകൂടി നന്ദിനി ആ കൈ അങ്ങ് തടങ്ങിയിട്ട് ഇന്ദ്രജയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കണേ. എന്നിട്ട് പറയണം,
ചെയ്തതും പോരാ എന്നിട്ട് എന്നെ അടിക്കുന്നോ? എൻ്റെ സൂര്യ സാറിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലാണെങ്കിൽ അതെന്തെങ്കിലും ഒന്നും അറിയാതെ ഞാൻ ചെയ്യില്ല. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാണ്. നീ എൻ്റെ സൂര്യ സാറിനെ ഇല്ലാതാക്കാൻ നോക്കിയത് എന്നെ. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ നേർക്ക് ഇത് ഇടുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയെ പത്മ ഒരടിയങ്ങ് അടിക്കണം കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയണേ, നീ കിടന്ന് പുലമ്പുന്നോ? എന്താടി നീ കിടന്ന് ചിലക്കുന്നത്? എൻ്റെ മകനെ ഇല്ലാതാക്കിയെന്നോ? എന്താ നീ പറഞ്ഞത്? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ നീ വിചാരിച്ചത്? എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ചൂടാവുകയാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ ആർക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോഴേക്കും യതീന്ദ്രൻ അവിടെ ഇടപെടാണ്. പത്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഡോക്ടർ പുറത്തോട്ട് വരികയാണ്. ഡോക്ടർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഈ പേഷ്യൻറ്റിനെ എവിടെ കിടത്തണോ അതോ പുറത്ത് പറഞ്ഞേക്കണോ? അപ്പോഴേക്ക് യതീന്ദ്രൻ ചോദിക്കുകയാണ്, സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ഒന്ന് നിങ്ങൾ അനുമതി നൽകുമോ? ചികിത്സിക്കാൻ നിങ്ങൾ അനുമതി നൽകുന്നില്ല. ഈ ഒരു പേഷ്യൻ്റ് ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ പുറത്ത് ബഹളവും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇത് അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അയാളുടെ അവസ്ഥ ഇപ്പോൾ ക്രിട്ടിക്കലാണ്. ഒന്നും പറയാനായിട്ടില്ല. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കാലിനടി ഫുള്ള് പൊള്ളിയത് കൊണ്ട് അയാളുടെ ശിരസിലോട്ട് ബാധിക്കാം എന്ന് വരെ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്താണ് കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പത്മ പറയണേ, ഇവൾ ഇവിടെ നിൽക്കുമ്പോഴും ഇവിടെ ഈ ബഹളമുണ്ടാവും. അതുകൊണ്ട് മര്യാദക്ക് പോടി. എൻ്റെ മകൻ്റെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീ കിടന്ന് ചിലക്കുന്നു. എന്നിട്ട് എൻ്റെ മൂത്ത മകളെ പ്രതിയാക്കുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോടി. അപ്പോൾ നന്ദിനി പറയണേ, ഞാൻ ഒരിക്കലും പോവില്ല. അപ്പോൾ ഡോക്ടർ പറയണേ, എന്നാൽ ചികിത്സയും നടക്കില്ല. ചികിത്സ വേണ്ടെന്ന് വെച്ചേക്കെന്ന് പറയട്ടോ. ഇതേ സമയം ഒരു നിമിഷത്തേക്ക് നന്ദിനി ആകെ സ്റ്റക്കായി പോവാണ്. നന്ദിനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ സമയം ഡോക്ടർ പറയണം, ഞങ്ങൾ ചികിത്സിക്കണോ വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോഴേക്കും യതീന്ദ്രൻ വന്നിട്ട് നന്ദിനി ഒന്നിങ്ങ് വന്നേ എന്ന് പറയാൻ കേട്ടോ. ഇതേസമയം പത്മ ഇവളോട് പോകാൻ പറഞ്ഞു. ഇവൾ പോയില്ല എങ്കിൽ ഞാനിവിടെ എന്തൊക്കെയാണ് കിടന്ന് കാട്ടിക്കൂട്ടുക, എനിക്ക് എന്നെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവളോട് പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം യതീന്ദ്രൻ നന്ദിനിയെ വിളിക്കുകയാണ്, മോളെ, സൂര്യയുടെ ഈ അവസ്ഥയിൽ ഇവിടെ കിടന്ന് വഴക്കിടാതെ സൂര്യയുടെ ചികിത്സയാണ് നടക്കേണ്ടത്. അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എൻ്റെ മോള് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോവാൻ നോക്കുക എന്ന് പറയാൻ കേട്ടോ. ആ സമയം നന്ദിനി പറയണേ, എനിക്ക് സൂര്യ സാറിന് എങ്ങനെയുണ്ട് എന്തെന്ന് അറിയാതെ ഞാനിവിടെ നിന്ന് പോവില്ല യതീന്ദ്രൻ സാർ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം പത്മ ആ സമയം അവിടെ നിന്നങ്ങ് പോവാണ്. പത്മ ആ സമയം തന്നെ അവിടെ നിന്നും പോയിട്ട് പിന്നീട് നേരെ ചെല്ലുന്നത് ഇവരുടെ വീട്ടിലോട്ടാണ്, പത്മയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവരും വലിയ ടെൻഷനിലാണ്. എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, എന്താ ഇപ്പോൾ സൂര്യ സാറിന് സംഭവിച്ചതെന്നൊക്കെ അറിയാത്ത കാരണം ഈ സുദേവൻ്റെ മക്കളും ഒക്കെ ആകെ ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ രാജു പറയുന്നുണ്ട്, സാറിനൊന്നും വരുത്താതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്താണെങ്കിലോ നന്ദിനിയോട് പറയാണ്, എൻ്റെ മമ്മി വരുന്നതിന് മുന്നേ നീ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ മമ്മിയുടെ യഥാർത്ഥ സ്വഭാവം കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മ പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പത്മ തൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആ സമയം സുദേവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുദേവൻ ഓടി വന്നിട്ട് പത്മയെ കണ്ട ഉടനെ തന്നെ ചോദിക്കുകയാണ്, എന്തായി എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ, സൂര്യ സാറിൻ്റെ അവസ്ഥ എന്ത്? താൻ കിടന്ന് പുലമ്പാതെ എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയിട്ടും പോരാ നീ കിടന്നിട്ട് പുലമ്പുന്നോ എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയുടെ അനിയത്തിക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നോ നിങ്ങൾ? ഞങ്ങളെങ്ങനെ സൂര്യ സാറിൻ്റെ ഈ അവസ്ഥയിലാക്കിയത്? നിങ്ങൾ എൻ്റെ ചേച്ചി ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ നിൽക്കുന്ന നിൻ്റെ അച്ഛനാടി എൻ്റെ മകനെ പടക്കം വിരിക്കുന്ന സമയത്ത് നിൻ്റെ അച്ഛനാടി തിരികൊളുത്തിയത്, എന്നാൽ എൻ്റെ കുഞ്ഞിനോട് ഈ അവസ്ഥ ചെയ്യേണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ അനിയത്തിക്ക്. നന്ദിനിയുടെ നേരത്തെ ചുവട്ടിലുള്ള ആ അനിയത്തി ഉണ്ടല്ലോ, അവൾക്ക് ദേഷ്യം പിടിച്ചു. അവൾ പറയണേ, വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ കേട്ട് നിൽക്കില്ല, നീ എന്താണ് ചെയ്യുക? ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ടെന്ന് തീരുമാനിക്കാൻ ഞാനാണ്. അതുകൊണ്ട് മര്യാദക്ക് 3 എണ്ണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അതല്ലെങ്കിൽ എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയതിനുള്ള കേസ് നിങ്ങളുടെ പേരിൽ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ദ്രജയുടെ മുഖംമൂടി, ഇന്ദ്രജയാണ് ഇതെല്ലാം ചെയ്തതെന്ന് നന്ദിനി പറയുകയാണ്. ഇനിയാണ് നന്ദിനി ഒരു പുലിക്കുട്ടിയായി മാറുന്നത് കേട്ടോ.